നമസ്കാരം. മതപരിവർത്തനം നടത്തുന്നവരെ കണ്ടം വഴി ഓടിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് ദേവേന്ദ്ര ഫഡ്നാവിസ്. സത്യത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ ഇവരെ കണ്ടു പഠിക്കണം. കാരണം പ്രീണനമാണ് രാഷ്ട്രീയമെന്നും പ്രീണനം മാത്രമാണ് വികസനമെന്നും വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ സമൂഹമാണ് കേരളത്തിൻ്റേത്. വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭയുടെ ശൈത്യകാല സമ്മേളനത്തിൽ മതപരിവർത്തനം തടയുന്നതിനായി കർശനമായ നിയമം അവതരിപ്പിക്കുവാൻ മഹാരാഷ്ട്ര സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നു. ആഭ്യന്തര സഹമന്ത്രി പങ്കജ് ഭോയാർ നിയമസഭയിൽ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ സമാന നിയമങ്ങളെ അപേക്ഷിച്ച് നിർദ്ദിഷ്ട നിയമത്തിൽ കർശനമായ വ്യവസ്ഥകൾ ഉണ്ടായിരിക്കുമെന്ന് വ്യക്തമായിരിക്കുന്നു. ഇത് നിയമപരമായി പ്രാബല്യത്തിലാകുന്നതോടെ ഇത്തരമൊരു നിയമം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ 11ാമത്തെ സംസ്ഥാനമായി മഹാരാഷ്ട്ര മാറും എന്നതും ഒരു പ്രത്യേകതയാണ്. കൂടാതെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു പാനൽ രൂപീകരിച്ചിട്ടുണ്ടെന്നും മതപരിവർത്തനത്തിനെതിരെ നിയമം തയ്യാറാക്കുമെന്നും പങ്കജ് ഭോയാറും ദേവേന്ദ്ര ഫഡ്നാവിസും സഭയെ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ പോലീസ് ഡയറക്ടർ ജനറൽ തയ്യാറാക്കിയ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന സമ്മേളനത്തിൽ ഈ നിയമം പാസാക്കുമെന്നുള്ളൊരു ഉറപ്പ് കൂടി അവർ പറയുന്നുണ്ട്. സംസ്ഥാന നിയമസഭയുടെ ശൈത്യകാല സമ്മേളനം സാധാരണയായി ഡിസംബറിൽ മഹാരാഷ്ട്രയുടെ 2ാമത്തെ തലസ്ഥാനമായ നാഗ്പൂരിൽ വെച്ചാണ് നടക്കുന്നത്. അവിടെ വച്ച് തന്നെ ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ദേവേന്ദ്ര ഫഡ്നാവിസ് അടങ്ങുന്ന ഭരണ നേതാക്കന്മാർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചങ്കൂർ ബാബ എന്ന് പറയുന്ന ഒരു നിർബന്ധിത മതപരിവർത്തന റാക്കറ്റിന്റെ നേതാവിനെ യുപിയിൽ യോഗി ആദിത്യനാഥ് സർക്കാർ പൂട്ടുന്നത്. ഈ ചങ്കൂർ ബാബയുടെ കൂടും കിടക്കയും സഹിതം JCB ബുൾഡോസർ കൊണ്ട് മാന്തി പൊളിച്ച് രണ്ടും 2 വക്കിലോട്ടാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന ചങ്കൂർ ബാബയെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം സത്യത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഈ ചങ്കൂർ ബാബ എന്ന് പറയുന്ന വ്യക്തി സത്യത്തിൽ ഒരു പാകിസ്ഥാൻ ചാരൻ ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാര്യം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു ചങ്കൂർ ബാബയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതായത് ഒരു പറ്റം യുവാക്കളെ കേന്ദ്രീകരിച്ച് ഒരു പറ്റം യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് ലവ് ജിഹാദ് പോലുള്ള മതപരിവർത്തന പരിപാടികളിലേക്ക് ഭാരതത്തെ തള്ളിവിടുക എന്നത് തന്നെയായിരുന്നു ഈ ചങ്കൂർ ബാബയുടെ ലക്ഷ്യം. യോഗി ആദിത്യനാഥ് സർക്കാർ ആയതുകൊണ്ട് മാത്രമാണ് ഈ ചങ്കൂർ ബാബയെ കയ്യോടെ പിടികൂടുകയും ചങ്കൂർ ബാബയുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ അധികം ED റെയ്ഡിൽ കൊണ്ടുവരികയും ആ റെയ്ഡിനെ തുടർന്ന് അവരുടെ വേണ്ടപ്പെട്ട സ്ഥാപന ജംഗമ വസ്തുക്കളും സ്ഥലങ്ങളും അവർ താമസിച്ചിരുന്ന അവർ ആസൂത്രണം ചെയ്തിരുന്ന സ്ഥലങ്ങളുമൊക്കെ ഈ പറയുന്ന യോഗി ആദിത്യനാഥ് സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് മാന്തി പൊളിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാസ്സാവുന്നതിലൂടെ ഭാരതത്തിനെ വീണ്ടും മറ്റൊരു വർഗീയ കലാപത്തിലേക്ക് തള്ളിവിടുന്ന എല്ലാ പ്രവണതകളെയും സത്യത്തിൽ ദേവേന്ദ്ര ഫഡ്നാവിസിനെ പോലുള്ള ഭരണ നേതാക്കന്മാർ തടുക്കുകയാണ്. പക്ഷേ ഇനി കേരളത്തിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. പ്രീണനം മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രീണനമാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ മുതൽക്കൂട്ടെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഭരണാധികാരികൾ സത്യത്തിൽ ഭാരതത്തിന് ഏറ്റവും വലിയ വെല്ലുവിളികൾ തന്നെയാണ് ഉയർത്തുന്നത്. അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത ശൈലികളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇനിയും മതപരിവർത്തന പരിപാടികളുമായി വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഈ രാഷ്ട്രത്തിനെ നശിപ്പിക്കുന്ന തരത്തിൽ എന്തു പ്രവർത്തനവുമായി മുന്നോട്ട് വന്നാലും ശരി, ദേവേന്ദ്ര ഫഡ്നാവിസിനെ പോലുള്ള നേതാക്കന്മാർ ഭരണാധികാരികൾ ഈ രാഷ്ട്രത്തിലുണ്ട്. അവരെയൊക്കെ മൂടോടെ പിഴുതു കളയുമെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.